ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും SPSCയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ്. മൈക്രോ പ്രോസസ്സറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഡിസൈൻഡ് ടു പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക് ഈസ് കാൾഡ്. അതായത് ഒരു പർട്ടിക്കുലർ ടാസ്ക് നടക്കാനായിട്ട് നമ്മൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഒരു സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതിനെ പറയുന്ന പേരെന്താ? സോഫ്റ്റ്വെയർ, കോഡിംഗ്, പ്രോഗ്രാം, മെഷീൻ കോഡ്. എന്താ അതിനെ പറയാം? ആ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസിന് പറയുന്ന പേരാണ് പ്രോഗ്രാം. അടുത്ത ചോദ്യം: എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് റിട്ടൺ ഫോർ എ മൈക്രോ പ്രൊസസർ ബേസ്ഡ് സിസ്റ്റം ഈസ് കോൾഡ് ആസ് ദ ഡാഷ് ഫോർ ദാറ്റ് സിസ്റ്റം. സെറ്റ് ഓഫ് പ്രോഗ്രാംസ് നമ്മളൊരു മൈക്രോ പ്രോസസർ ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതണമെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? ആ സിസ്റ്റത്തിന്റെ സോഫ്റ്റ്വെയർ, കോഡിംഗ്, മെഷീൻ കോഡ്, നൺ. എന്താ അതിനെ പറയാ? അതിന് പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ. അപ്പോൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിന് പറയുന്ന പേര് പ്രോഗ്രാം എന്നും, അങ്ങനെ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് നമ്മൾ ഒരു മൈക്രോ പ്രോസസറിന് വേണ്ടി നമ്മൾ റൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? സോഫ്റ്റ്വെയർ. അപ്പോൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമും, സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് സോഫ്റ്റ്വെയർ ആണ്. ഇന്റൽ 8085 ഈസ് എ പോപ്പുലർ ഡാഷ് ചിപ്പ്. ഇന്റൽ 8085 എന്ന് പറയുന്നത് എത്ര ബിറ്റ് ആയിട്ടുള്ള ഒരു ചിപ്പാണ്? 32 ബിറ്റ്, 16 ബിറ്റ്, 8 ബിറ്റ്, നണ്ണ്. എന്താ വരിക? 8 ബിറ്റ് ആണ്. 8085 എന്ന് പറയുന്നൊരു 8 ബിറ്റ് മൈക്രോ പ്രോസസ്സറാണ്. ഡാഷ് എക്സിക്യൂട്ട്സ് ഓൾ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഇൻസ്ട്രക്ഷൻസ്. എല്ലാ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഇൻസ്ട്രക്ഷൻസ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? CPU, CU, ALU, MU. എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? ALU. പേരിൽ തന്നെയുണ്ട് അല്ലെ? ALU പറയുന്നത് എന്താണ്? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിന്റെ ഷോർട്ട് ഫോം ആണ് ALU. CPU എന്ന് പറയുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, CU എന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റ്, MU എന്ന് പറയുന്നത് മൈക്രോ പ്രോസസർ യൂണിറ്റ്. അപ്പോൾ ഇതിൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഏതിലാ? ALUലാണ് അല്ലേ? ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം: ദ ഡാഷ് ഇൻസൈഡ് ദ മൈക്രോ പ്രോസസർ ഹോൾഡ്സ് ദ ഡാറ്റ. താഴെ തന്നിരിക്കുന്നതിൽ ഏതിലാണ് ഡാറ്റ ഹോൾഡ് ചെയ്യുന്നത്? ഒരു മൈക്രോ പ്രോസസറിൽ താഴെ തന്നിരിക്കുന്ന ഏത് പാർട്ടിലാണ് ഡാറ്റ ഹോൾഡ് ചെയ്യുന്നതെന്ന് ചോദിക്കണം. രജിസ്റ്റർ, CU, PC, നൺ. ഏതിലാണ് അത് ഹോൾഡ് ചെയ്യുക? രജിസ്റ്ററിലാണ്. ഡാറ്റാസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ഏതിലാണ്? രജിസ്റ്ററിലാണ് അല്ലെ? ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം: ഡാഷ് ഈസ് പവർഫുൾ